നമ്മളിന്ന് ദൃശ്യം കാണാൻ പോവാം. ഒരു മാവേലിയും കൂടെ ഉണ്ട്. എപ്പോൾ വരുമെന്നറിയത്തില്ല. എന്ന് തന്നെ പോസ്റ്റാക്കലാണ് മെയിൻ പരിപാടി. നോക്കാം. എന്തായാലും ഇന്ന് എനിക്ക് പോസ്റ്റ് ആവേണ്ടി വന്നില്ല. ഞാൻ ചെന്നപ്പോഴത്തേക്ക് ഇവളും ചേട്ടനും വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ചേട്ടനാണ് ഞങ്ങളെ രണ്ടുപേരെയും കൂടെ തിയേറ്ററിൽ കൊണ്ടുപോയി. പിന്നെ നമ്മൾ രണ്ടും ഒരുമിച്ച് 9 വർഷത്തിന് ശേഷമാണ് ഒരു സിനിമ കാണാൻ പോകുന്നത്. നമ്മൾ രണ്ടും ഒരുമിച്ച് കണ്ടത് 2017 അതിരൻ ഫിലിം കാണാൻ വേണ്ടിയാണ് പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പിന്നെ നമ്മൾ തിയേറ്ററിലൊക്കെ എത്തി. നമ്മൾ ചെന്ന് കുറേ കഴിഞ്ഞ് വരവിനെ കുഴിച്ചിട്ടെന്ന് അറിഞ്ഞിട്ട് വരാം. സ്റ്റെപ്പ് കയറി കയറി കയറിപ്പോൾ പിന്നെ ചോറ് ദഹിക്കും. അയ്യോ അത് കഴിയുന്നില്ലയോ? സ്ഥലം മാറിപ്പോയി ഇതൊക്കെ തന്നെ. അങ്ങനെ നമ്മൾ അവസാനം തിയേറ്റർ കണ്ടുപിടിച്ചത്. ചിന്ന ആശയം. ഞങ്ങൾ ഉച്ചയ്ക്ക് 2 മണിയുടെ ഷോ ആയിരുന്നു ബുക്ക് ചെയ്തിരുന്നത്. നമ്മൾ ചെന്നപ്പോഴും ഓൾറെഡി അവിടെ ഷോ നടക്കുമായതുകൊണ്ട് ആ ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ നമ്മൾ കുറച്ച് നേരം ഫോട്ടോസൊക്കെ എടുത്തു. അവിടെ പിന്നെ കുറച്ച് കാണാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കണ്ടു. അത് മാത്രമല്ല അവിടെ അതിരടി മൂവി ഓൾറെഡി നടക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഏറ്റവും കൂടുതൽ ആൾക്കാർ ദൃശ്യത്തിനായിരുന്നു വന്നത്. ദൃശ്യത്തിൻ്റെ ഷോ വന്നിട്ട് ഫുൾ ഹൗസ്ഫുള്ളും ആയിരുന്നു. പിന്നെ നമ്മൾ അകത്തോട്ട് കയറി സീറ്റൊക്കെ കണ്ടുപിടിച്ചിരുന്നിട്ട് ദൃശ്യത്തിൻ്റെ ടൈറ്റിൽ സ്റ്റോറി ഇടാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു. എപ്പോഴത്തെയും പോലെ ആസ് യൂഷ്വൽ എൻ്റെ ഫോൺ കറക്റ്റ് ടൈമിൽ ഓഫ് ആവുകയും ചെയ്തു. എല്ലാം പോയപ്പോഴും ആസ് യൂഷ്വൽ കറക്റ്റായിട്ട് ടൈറ്റിൽ എടുക്കാൻ വന്നപ്പോഴത്തേക്ക് സംഭവം എൻ്റെ ഫോൺ ഓഫായി. പിന്നെ അച്ഛമോൾ ഒരെണ്ണം എടുത്ത് തന്നിട്ടുണ്ട്, ഇനി അതിട്ട് അഡ്ജസ്റ്റ് ചെയ്യണം. അങ്ങനെ സിനിമയൊക്കെ കണ്ടു പിന്നെ നമ്മൾ ഇറങ്ങി. നല്ല സിനിമയായിരുന്നു. ബാക്കിയുള്ളവർ പറയുന്ന പോലെ ഒത്തിരി ഹൈപ്പ് കൊടുത്തൊന്നും പറയാനില്ല. എനിക്ക് കമ്പാരിറ്റീവ്ലി ദൃശ്യം 2 ആണ് കുറച്ചുകൂടെ ബെറ്ററായിട്ട് തോന്നിയത്. ഇതും ഓക്കെയാണ്, അത്യാവശ്യം സസ്പെൻസും സംഭവങ്ങളും ഒക്കെ ഉണ്ട്. കണ്ടിട്ടില്ലാത്തവരൊക്കെ പോയി കാണുകയും വേണം. നമ്മൾ സിനിമയൊക്കെ കണ്ടിറങ്ങി. സിനിമ ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ട്. നമ്മൾ പിന്നെ ഭയങ്കര സിനിമയ്ക്ക് ഭയങ്കര ഇതൊന്നും പറയാൻ പറ്റാത്ത അതൊക്കെ ഞങ്ങളുടെ അശ്വന്ത് കോക്ക് ആരാണ് ഏതോ അവൻ ഓരോന്നിടും. നമുക്ക് പിന്നെ അങ്ങനെ വലിയ സിനിമ റിവ്യൂ കണ്ടു, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല, അത്രയേ ഉള്ളൂ. അല്ലാതെ വലുതായിട്ട് പറഞ്ഞ് എനിക്കിഷ്ടപ്പെട്ടു. നല്ല സിനിമയായിരുന്നു.